പ്രേക്ഷകർ കർത്താവിന്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ എന്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കൃപയാൽ ദൈവം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പ്രിയ ജോയി ടി വി കർത്താവിന്റെ ദാസൻ പക്ഷേ ഇതിന്റെ ഈ സൂമിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബഹുമാന്യപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സോദരൻ, എന്റെ പേര് പ്രസാദ് എന്നാണ്. ഞാനൊരു കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നു. ഒരു ഹൈന്ദവ മാതാപിതാക്കൾക്കാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തിരുന്ന ജോലികൾ ജ്യോത്സ്യ പരിപാടികൾ എന്ന് പറയുന്ന ജ്യോത്സ്യ ജോലികളാണ് എൻ്റെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെന്റെ ചെറുപ്രായം മുതൽ തന്നെ ഞാനത് കണ്ട് കേട്ട് വളരുവാൻ ഇടയായി തീർന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ സപ്പോർട്ടായിട്ട് നിന്നു. ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ ദൈവം അങ്ങനെ ഇത് തെറ്റുവശമാണെങ്കിൽ തന്നെയും അത് പഠിക്കുവാൻ സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് ഞാൻ ഓർക്കുകയാണ്. നാനാ മതസ്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവര് എൻ്റെ മാതാവിനെ കാണാൻ വന്നിട്ടുണ്ട്. ദിനംതോറും ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവിന്റെ പേര് ഗോപി എന്നാണ്, മാതാവിന്റെ പേര് വിജയമ്മ. ഞങ്ങൾ 6 മക്കളാണ്. രണ്ടാമത്തവനാണ് ഞാൻ. 3 ആണ്, 3 പെണ്ണ്. എന്നാൽ ഞങ്ങളുടെ 6 മക്കളിൽ 6ാമത്തെ ഒരു ആൺ പൈതലായിരുന്നു. ചില 2 വർഷങ്ങൾക്ക് മുമ്പായിട്ട് പ്രിയപൈതൽ ലോകത്ത് നിന്ന് വണ്ടി ആക്സിഡന്റ് ലോകത്ത് മാറ്റപ്പെടുവാനിടയായിരുന്നു. എന്നാൽ എനിക്ക് മാത്രം ഈ ക്രിസ്തുവിനെ ഈ നല്ല മാർഗത്തെ സ്വീകരിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അക്കാലങ്ങളിലൊക്കെ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസങ്ങളൊക്കെ മുടക്കി അത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നീങ്ങി ഈ സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോകാനിടയായി തോന്നി. നല്ലൊരു മദ്യപാനിയായി ജീവിച്ചു. എന്തിനേറെ പറയുന്നു, നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട് മുൻപോട്ടുള്ള ജീവിതം, പാപത്തിലുള്ള ജീവിതത്തിൽ ഞാൻ മുൻപോട്ട് നീങ്ങുകയാണ്. എന്റെ മാതാവും പിതാവും സ്വന്തം ദേശം അത് അവിടെ വിറ്റ് അവിടെ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-7 മാറി പാർത്തതായ ഒരു കുടുംബമാണ്. അവിടെയെല്ലാം ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ഒരു തൊഴിലാണ്. അത് കാണുവാനും കേൾക്കുവാനും നിരവധിയായ നാനാമതസ്ഥർ വീട്ടിൽ കടന്നു വരികയും അപ്പോൾ അവരുടെ ഞങ്ങളുടെ ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ആ ജ്യോത്സ്യ പരിപാടികൾ ആയതുകൊണ്ട് അനേകരുടെ സമാധാനത്തിന് വേണ്ടി, അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കളെ അവരോട് സന്ദർശിക്കാം. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് മറ്റൊരു ജോലിയോടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ട് പണമിടപാടുകൾ ചെയ്തു. എന്നാൽ അതിൽ നിന്ന് പരാജയപ്പെട്ട് സ്വന്തം ദേശം വിട്ട് അവിടെ വിട്ട് പോകേണ്ടി വന്നു. എന്നിരുന്നാലും അവർ ചെയ്തത് ഈ ജോലി തന്നെയാണ്. ഒന്നുമില്ലാത്തവരെ പോലെ മറ്റൊരു സ്ഥലത്ത് വന്ന് പാർത്തു, അവിടെ പാർത്തു. അങ്ങനെയാണ് ചിന്നച്ചതറിപ്പോയതുപോലുള്ള ഒരു ജീവിതത്തിൽ ആ ദേശത്ത് വന്ന് പാർത്തു. എന്റെ മദ്യപാന മുഖാന്തരം കൊണ്ട്, എൻ്റെ തെറ്റായ ജീവിതം കൊണ്ട്, നിരവധിയായ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വന്തം നാട്ടിൽ പോലും നിൽക്കുവാൻ കഴിയാതെ അവിടെ നിന്ന് മാറേണ്ടി. എൻ്റെ മാതാപിതാക്കൾ എന്നെ മഹാരാഷ്ട്രയുടെ സ്ഥലത്തേക്ക് മാറ്റി. ചില മാസങ്ങൾ മാത്രം ഞാൻ അവിടെ നിന്നു. വീണ്ടും സ്വന്തം നാട്ടിലേക്ക് വരാനിടയാക്കി. എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഈ ക്രിസ്തുവിനെ അറിയുവാനുള്ള മുഖാന്തരം വന്ന് പാർത്ത അടൂർ മിത്രപുരം എന്ന ദേശത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ക്രിസ്തുവിനെ കാണുവാനിടയായിട്ട്.
അന്ന് ദൈവം എന്താണെന്നറിയാതെ, ദേവൻ എന്താണെന്നറിയാതെ ജീവിതത്തിൽ മുൻപോട്ട് നീങ്ങി. അക്കാലങ്ങളിലാണെങ്കിൽ ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ജോലി ചെയ്താൽ അന്ന് 150 രൂപ ഒക്കെയാണ് ശമ്പളം. ആ 150 രൂപ ശമ്പളമുള്ള സമയത്തൊക്കെ അന്ന് കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ കയറി കിടക്കുകയാണ്. എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, ഇനിയും ഇവനെ കൊണ്ട് ഇനി പ്രതീക്ഷയൊന്നുമില്ല. കാരണം പ്രതീക്ഷകളൊക്കെ ഇനിയും നമുക്കിങ്ങനെ മകനില്ല എന്ന് തന്നെ മാതാപിതാക്കൾ കരുതുവാനിടയായി. അങ്ങനെയാണ് മിത്രപുരത്തിന്റെ പ്രദേശത്ത് വന്ന് പാർക്കുവാനിടയായി. അവിടെ പാർത്തുകൊണ്ട് പിന്നെയും മാതാപിതാക്കൾക്ക് സമാധാനമില്ലാതെ പാപത്തിന്റെ ജീവിതത്തിലേക്ക് വഴുതി വീണ് നല്ലൊരു മദ്യപാനിയായി എന്റെ വീട്ടിൽ ആണെങ്കിൽ അനേകര് ഭജനം പാർക്കുവാൻ, അമ്മയെ കാണുവാൻ വേണ്ടി വീട്ടിൽ കടന്നു വരാം. അവിടെ കടന്നു വന്നിരിക്കുന്നവർ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവിടെ കൊടുക്കുക. മദ്യം ഒട്ടും കുറവില്ലാതെ വീട്ടിൽ 24 മണിക്കൂർ ഞങ്ങളുടെ കുലദൈവങ്ങൾക്ക് മദ്യം വെച്ചുള്ളൊരു കൂട്ടും ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് അവിടെ വരുന്നവരെല്ലാം ഇത് പ്രധാനമായി തന്നെ സേവാശക്തികളെ വെച്ച്, മരിച്ചുപോയ അപ്പനപ്പൂപ്പന്മാരെ വെച്ച്, അങ്ങനെ എന്റെ മാതാപിതാക്കൾ വർഷങ്ങളോളം എന്റെ അമ്മയുടെ അമ്മ തുടങ്ങിയവർ തന്നെ അവർ കൈമാറി വരുന്നൊരു ജോലിയായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ചില നാളുകൾ കഴിയുമ്പോൾ ഞാനും ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇരുന്നത്. എന്നാൽ അവിടെ നിന്ന് പിന്തിരിയുവാൻ, അവിടെ നിന്ന് മാറുവാൻ കൃപയാൽ കർത്താവിന്റെ സഹായം. മദ്യത്തിനടിമയായിക്കൊണ്ട് നിരവധിയായിരിക്കുന്ന കൂട്ടുകാരുമായി കൂട്ടുകെട്ടിൽ അകപ്പെട്ട് ഒരു പോലീസ് പ്രശ്നം വന്നാൽ, ഒരു പോലീസ് കേസ് വന്നാൽ സ്റ്റേഷനിൽ പോകാതെ നിൽക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ഞാൻ കൂടി നിൽക്കുന്ന എന്റെ കൂട്ടുകാരിൽ നിന്ന് എനിക്ക് ലഭ്യമാണ്. കാരണം അവരത്രയ്ക്ക് നല്ലൊരു ടീമാണ്. അവർക്ക് ഈ ഒരുത്തിന്റെ കൈ തല്ലി പിടിക്കാനോ അല്ലെങ്കിൽ ഒരുത്തിന്റെ കാല് തല്ലി പിടിക്കാനോ വക്കീലിനെ കണ്ട് ജാമ്യം എടുത്തിട്ട് ചെയ്യുന്ന കൂട്ടുകാർ. നിരവധിയായിരിക്കുന്ന ഈ അന്നേ കാലങ്ങളിൽ മദ്യബിസിനസ്സുകൾ അങ്ങനെ ചെയ്യുന്ന ഒരു വലിയ കൂട്ടുകാർ. അവർക്കൊപ്പം നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾക്കെല്ലാം നീങ്ങുവാനിടയായിട്ടുള്ളത്. ഒരോണം ആഘോഷിച്ചത്, ഒരു തിരുവോണം ആഘോഷിച്ചത് 8 വർഷങ്ങളോളം കോടതികൾ കയറിയിറങ്ങുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ദൈവത്തെ അറിയാതെ മുൻകൂട്ടി നീങ്ങിയ കാലങ്ങൾ ഞാൻ ഓർക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ ദൈവത്തെ അറിയാൻ എന്റെ ജീവിതത്തിലുണ്ടായ നല്ല അനുഭവങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഓടയിൽ വാണാലും മേടയിൽ വാണാലും ആരടി മണ്ണേ നിനക്കു സ്വന്തം. ഓടയിൽ വാണാലും മേടയിൽ വാണാലും ആരടി മണ്ണേ നിനക്കു സ്വന്തം. പട്ടൂടയാടുകളും സ്വർണ്ണാഭരണങ്ങളും ഉദലക്കളം വരെ പട്ടൂടയാടുകളും സ്വർണ്ണാഭരണങ്ങളും ചുടലക്കളം വരെ സ്വന്തം. ജീവിതമൊരു നീർക്കുമിളയല്ലയോ, ആയസു നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ.
അന്ന് ഞാന് ഈ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഞാൻ മരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. മദ്യലഹരികളിൽ ഏർപ്പെട്ട് മദ്യപാനം നിർത്തുവാൻ വേണ്ടി നിരന്തരം എല്ലാ വർഷങ്ങളിലും ഒരു ക്ഷേത്രത്തിൽ ഞാൻ എൻ്റെ ഈ ചെള്ളയിൽ കൂടെ ശൂലം കുത്തി ഒരു നേർച്ച നേർന്നു. അതുകൊണ്ട് എന്റെ മദ്യപാനം മാറ്റുവാൻ കഴിയുന്നില്ല. അനേക ദേവാലയങ്ങളിൽ ആമേൻ കയറി മദ്യപാനം മാറ്റാൻ അവിടെ എങ്ങും രക്ഷ വന്നില്ല. ആ മദ്യപാനം കൊണ്ട് നിരവധി കേസുകൾക്ക് ഞാൻ പ്രതിയായി. ഇന്നൊക്കെ 25 വർഷങ്ങൾക്ക് മുമ്പ് ജാമ്യം കിട്ടാത്തൊരു കേസുണ്ട്, തീവെപ്പ് കേസ്. ആ തീവെപ്പ് കേസിൽ 1-ാം പ്രതിയായി. നിരന്തരമായുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട്, കേസും പ്രശ്നങ്ങളുമായതുകൊണ്ട് അന്ന് അടൂർ സ്റ്റേഷനിൽ പ്രഭാതത്തിൽ 6 മണിക്ക് ചെന്നപ്പെടണം, വൈകിട്ട് 6 മണിക്ക് എത്തണം. അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഏർപ്പെട്ടു. മറ്റൊരു വിഷയം, ഗർഭിണിയായ ഒരു പെണ്ണിനെ തൊഴിച്ചതിന്റെ പേര്, അതിന്റെ 1-ാം പ്രതി. നിരന്തരമായിരിക്കുന്ന വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മദ്യലഹരി കൊണ്ടെത്തിച്ചത് ഇത്തരത്തിലുള്ള വലിയ ജാമ്യം പോലും കിട്ടാത്ത കേസുകൾക്ക് പ്രതിയായിക്കൊണ്ട് ചാവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ സുവിശേഷം പറയുന്ന ചില പ്രിയപ്പെട്ടവര് ഭവനം തോറും കയറിയിറങ്ങിക്കൊണ്ട് എന്റെ വീട്ടിൽ കയറി വന്ന് ഒരു മാതാവും ചില 2 ചെറിയ കുഞ്ഞുങ്ങളുമായി കടന്നു വന്ന് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാന് മനസ്സിൽ ചിന്തിച്ച ചില വിവരങ്ങൾ അവർ പറഞ്ഞു. എന്റെ ജീവിതത്തിന് അത് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ഓർക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചത്, ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ പ്രിയപ്പെട്ടവര് പറയാനിടയായി. അങ്ങനെ പ്രിയമുള്ളവരെ പറയട്ടെ, മരിക്കുവാൻ തീരുമാനിച്ചിരുന്ന എന്നെ അവിടെ നിന്നാണ് ഈ ക്രിസ്തുവിനെ അറിയാനിടയായത്. എന്റെ ആഗ്രഹപ്രകാരം ഞാൻ വിവാഹം കഴിച്ചു. എന്നാൽ അതൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളരുന്ന ഒരു പൈതലായി. എന്റെ ഭാര്യയുടെ പേര് മൻസ എന്നാണ്. മോള് വിദ്യ, മകൻ വിനു. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബം. യേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ എന്റെ മാതാപിതാക്കൾ പറഞ്ഞു. എന്റെ ഭാര്യ പ്രസവിച്ച്, അതായത് കുഞ്ഞിന് ഒരു 1.5 മാസമാകുന്നതിന് മുമ്പ് ഞങ്ങൾ ആ രാത്രിയിൽ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. വീട് വിട്ടിറങ്ങി മറ്റൊരു വീട്ടിൽ ഞങ്ങളെ വിളിച്ചു പാർപ്പിച്ചു. അവിടെ ഞങ്ങൾ പാർത്തുകൊണ്ട് ദൈവം എന്താണെന്നറിയാതെ ഞാൻ എന്റെ മനസ്സിൽ കണ്ട എന്റെ മാതാപിതാക്കൾ കാണിച്ചു തന്ന അത് തന്നെയാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചില പാപസ്വഭാവങ്ങളിലേക്ക് ഞാൻ ഏർപ്പെട്ട് നടന്നു പോവുകയാണ്. ഇരു വീടുകളിലും എന്റെ ഭാര്യയുടെയും എന്റെയും വീട്ടിൽ നിന്ന് ഞങ്ങളെ കൈക്കൊള്ളാതെ വന്നപ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ശാപമല്ലാതെ ഇനി നമുക്ക് വരാൻ മാർഗമില്ല. എന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, പ്രിയപ്പെട്ടവൾ അതിന് തയ്യാറില്ല, സത്യം അറിഞ്ഞതുകൊണ്ട്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോ ഞാനും വിശ്വാസത്തിന്റെ ആ പാതകളിലേക്ക് വരാനിടയായി. ദേശത്ത്, സമൂഹത്ത് മുദ്ര കുത്തി. കാരണം ഇവന്റെ രീതി അല്ലെ ഇവന്റെ സ്വഭാവം ഒന്നും ശരിയല്ല. കേഡലിസ്റ്റിൽ പേര് വന്ന നിരവധിയായ വിഷയങ്ങളിൽ സമൂഹത്ത് അത്തരത്തിലൊരു വ്യക്തിയാണ് ഈ വിവാഹം കഴിച്ചതെന്ന് ഭാര്യ തന്നെ കുറ്റപ്പെടുത്തി പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയെ ദൈവം എനിക്ക് നൽകുവാനിടയായി. ഞാൻ എന്റെ മദ്യപാനം കൊണ്ട് എന്റെ ഭാര്യ പ്രസവിച്ച് 1.5 മാസം 2 മാസം കഴിയുന്നതിന് മുന്നേ എന്റെ മദ്യപാനം മാറ്റുവാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവള് 21 ദിവസം ദൈവത്തിന്റെ ബോധിക്കും.
ഈ ശുശ്രൂഷകൾ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്റെ മദ്യപാനം മാറ്റി എന്നെ ഒരു നല്ല ദൈവവേദലാക്കുവാൻ വേണ്ടി എന്റെ ഭാര്യ ദീർഘദിവസം ഉപസിപ്പാനിടയായി. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് പകൽ നിങ്ങളുമായിട്ട് ഈ എളിയ ശാസ്ത്രത്തിലേക്ക് എനിക്ക് കടക്കുവാനിടയായത്. പ്രൈസലോ. സമൂഹത്തിന്റെ മുൻപിൽ വെറുക്കപ്പെട്ടവനായി നടന്നത് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ മരിക്കുവാൻ വേണ്ടി കൈക്കുട്ടൂറാറ്റി വെള്ളം കുമയപ്പൂ ആറ്റിൽ ചാടി ചാവാമെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചത് ഇന്ന് ഓർക്കുകയാണ്. പക്ഷേ യേശു ക്രിസ്തു എന്നെ കണ്ടതുകൊണ്ട് അതിൽ നിന്ന് എന്റെ ദൈവം മരണത്തിൽ നിന്ന് എന്നെ ജയിപ്പിക്കുവാനിടയായി. ഞാനൊരു കാര്യം പറഞ്ഞു. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എന്റെ ഈ കേസുകളിൽ നിന്ന് എനിക്കൊരു വിടുതൽ, ഒരു നല്ല അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അന്ന് എന്റെ മനസ്സിലെ ആഗ്രഹം നിരന്തരമായി കോടതികളിൽ എല്ലാ മാസവും കയറി ഇറങ്ങി കിട്ടുന്ന സമ്പാദ്യങ്ങളെല്ലാം വക്കീലന്മാർക്കും കൊടുത്ത്, ജഡ്ജിനും കൊടുത്ത്, ഗുമസ്തനും കൊടുത്ത് നടന്നു. ഞാന് ഈ വിശുദ്ധ ബൈബിൾ എടുത്ത് എന്ന് ഞാൻ ദൈവത്തോട് സമർപ്പിച്ചു. എന്നെ ഈ കേസിൽ നിന്ന് എന്നെ മാറ്റി തന്നാൽ ഞാൻ എന്റെ യേശു അപ്പച്ചന് വേണ്ടി ജീവിക്കാമെന്ന് ദൈവത്തോട് സമർപ്പിക്കുവാനിടയായി. അന്ന് ഒരു പ്രവാചകൻ ആലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ദാസൻ പറഞ്ഞു, കോടതി സംബന്ധമായ ചില വിഷയങ്ങളുടെ മധ്യേ ഞാൻ നിന്നെ റിലീസ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് കൊണ്ട് പിറ്റേ ദിവസം ഒരു വലിയ വിഷയത്തിൽ നിന്ന്, ജയിലിൽ കിടക്കേണ്ട ഒരു വിഷയത്തിൽ നിന്ന് എന്നെ ആ കേസിൽ നിന്ന് മാറ്റുവാനിടയായി. 9 പേര് പ്രതിയായി നിന്ന ആ കേസിൽ ഒന്നാം പ്രതിയായ എന്നെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും ചില വർഷങ്ങളും ആ കേസ് മുമ്പോട്ട് നീങ്ങുവാനിടയായി. എനിക്കൊരു കാര്യം മനസ്സിലായി. യേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ വിഷയത്തിൽ കർത്താവ് എന്നെ മാറ്റിയത്. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, എന്റെ ജീവിതത്തെ രൂപാന്തരം വരുത്തിയ ഒരു നല്ല അനുഭവം ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത ആ ഒരു സംഭവമാണ്. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ എന്റെ ഭൗതികമായ ജോലി ഞാൻ കളയുന്നതാണ്, ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം. അങ്ങനെ ഭൗതികമായ ജോലി കളഞ്ഞ് എന്റെ ഭാര്യ എനിക്ക് വേണ്ടി എന്നെ ദൈവവചനം പഠിപ്പിക്കുവാൻ വേണ്ടി 6 മാസം പോലും ആകാത്ത കുഞ്ഞിനെ തന്നിട്ട് ചെമ്മീൻ ഫാക്ടറി ജോലിക്ക് പോകും, എന്നെ ദൈവവചനം പഠിപ്പിക്കാൻ. മറ്റാരും സഹായമില്ലാതെ കുക്കുസായിപ്പിന്റെ കാലം മുതൽ ഞങ്ങൾ പാർക്കുന്ന ഏരിയയിൽ ബന്ധക്കോസുകാർ തെങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. അവിടെ നിരന്തരമായ ചില നാളുകളിൽ പട്ടിണി കിടന്നത് ഒരു പ്രവാചകന്മാരും അറിഞ്ഞില്ല, ഒരു പ്രാർത്ഥിക്കുന്നവരും അറിഞ്ഞില്ല. ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ദൈവത്തെ ആഴമേറി ഞാൻ സ്നേഹിച്ചു. ഈ ദൈവം സംസാരിക്കുന്ന ദൈവമാണെന്നും, ഈ ദൈവം നമ്മളെ ദർശനം കാണിപ്പിക്കുന്ന ദൈവമാണെന്നും, ഈ ദൈവം നമ്മളോട് കാതിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ദൈവമാണെന്നും തിരിച്ചറിയുവാനിടയായത്. കയറിക്കിടക്കാൻ വീടില്ലാതെ തൊട്ടടുത്ത് ചില പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി ഒരു ചെറിയ ഷെഡ് വെച്ച് ഞങ്ങൾ അവിടെ താമസിപ്പിച്ചു. താർ ഷീറ്റ് കൊണ്ടുള്ള ഒരു ഷെഡ്. അവിടെ എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഒരു കവർ പാല് പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാൻ ഉപസിക്കാൻ കടന്നു പോകാൻ. ഞാൻ ഉപസിക്കുവാൻ കടന്നുപോയി. വീട്ടിലെ വിഷയങ്ങൾ ഓർത്തിട്ട് വളരെ ഭാരത്തോടാണ് ഞാൻ പുനലൂരിന്റെ ദേശത്തെ ഉപസിക്കാൻ കടന്നുപോയി. ആ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ കൊണ്ടു നടന്ന, എന്നെ ഭരിച്ചിരുന്ന ചില ദുരാത്മാവ് ആ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ അഴിഞ്ഞു പോകുവാനിടയായി.
അതിനുശേഷം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയായി. അത് കഴിഞ്ഞ ശേഷം ദീർഘമായ 40 ദിവസം ഉപസിപ്പാൻ ഒട്ടനവധി നിരവധിയായ വർഷങ്ങളിൽ എന്റെ ഭവനത്തിൽ ഉപസിപ്പാനിടയായി. അന്ന് ഉപവാസം ക്രമീകരിക്കാൻ വേണ്ടി ഒരു പന്തൽ കെട്ടാൻ അല്ലെങ്കിൽ ഒരു ചെറിയ കൂടാരം കെട്ടാൻ പൈസ ഇല്ലാതിരുന്ന സമയം നിരവധിയായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്ലസ് ബോർഡുകൾ കൊണ്ടുവന്ന് പന്തലായി വലിച്ചു കെട്ടി അതിന്റെ കീഴിൽ അനേക വർഷങ്ങൾ 40 ദിവസം ഉപസിപ്പാനിടയായിരുന്നു. ഒരിക്കലും ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് വലിയൊരു കാറ്റടിച്ച് ആ പന്തലുകളൊക്കെ തകർന്നു പോയി. അന്നും ഉടനെ ആ വൈകിട്ട് സന്ധ്യാ സമയത്തുള്ള മീറ്റിങ്ങുകളിൽ പങ്കുവെച്ച് അവിടെ കുറെ ആൾക്കാരെ കടന്നു വരും. അവരെല്ലാവരും കൂടി ആ ഷെഡ് വീണ്ടും ഒന്ന് പണിഞ്ഞ് അവരോട് ഉപസിപ്പാനിടയായിരുന്നു. ഉപസിച്ച് പ്രാർത്ഥിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ള ആഗ്രഹത്തോടിരുന്നു. പക്ഷെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. സഭയിൽ നിന്നോ ദേശത്ത് നിന്നോ ആരും ഹെൽപ്പ് ചെയ്യാതെ. പക്ഷേ അന്നും നല്ല വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ, നല്ല കഴിവും സാമർഥ്യമില്ലാത്തതിന്റെ പേരിൽ ദൈവസന്നിൽ മുഴങ്കാൽ മടക്കി ഞാനും എന്റെ ഭാര്യയും ദൈവത്തോട് കരഞ്ഞു. ദീർഘമായ ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് കൃപയാലും കൃപാവര ശുശ്രൂഷ ഉൾപ്പെടെ അനേകടങ്ങളിൽ ചെയ്തുകൊണ്ടുവരികയാണ്. എനിക്കൊന്നറിയാം, എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യശ്രോതാക്കൾ, കഴിഞ്ഞ കാലങ്ങളിൽ മദ്യപാനത്തിനടിമയായി നിരവധി കേസുകൾക്ക് പ്രതിയായി ലോകത്തിൽ പിളരാത്ത ഒരു പൈതലായി ജീവിച്ചു. എന്നാൽ ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ കറുത്ത പുസ്തകം എടുക്കുവാൻ കൃപയാൽ ദൈവത്തിലേക്ക് അവസരം ഒരുക്കുകയാണ്. ആമേൻ ആമേൻ. എന്റെ സാക്ഷ്യം കേട്ടുകൊണ്ട് ഒരു പക്ഷേ ആമൻ ഹൈന്ദവനായതുകൊണ്ടായിരിക്കാം ഈ മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിഞ്ഞ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു. കാരണം ഈ ദൈവത്തെ അറിയാതെ വന്നതുകൊണ്ട്, ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് പലരും പറയാറുണ്ട് എടുത്തിയാട്ടക്കാരാ എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അത് മുഴുത്ത വിശ്വാസം മൂലമാസം എന്നൊക്കെ പറയുന്നത് പോലെ ഒക്കെ ചിലർ പറയാറുണ്ട്. പക്ഷെ അന്നും ഇന്നും ഞാൻ പാർക്കുന്നത് ചെറിയൊരു ചെറ്റക്കുടലിൽ തന്നെ. പക്ഷെ കളവ് കാണിച്ചിട്ടില്ല. ഈ ക്രിസ്തുവിന് വേണ്ടി ഒരു വാക്കുപോലും കള്ളം പറയാതെ അന്നും ഇന്നും ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുകയാണ്. അനേക പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസത്തിലേക്ക് വാർത്തെടുക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. എന്റെ മാറ്റമല്ല ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ മറ്റൊരുവന്റെ മാറ്റമാണ്. യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം സ്നേഹിത, ഒരു ഹൈന്ദവനായതുകൊണ്ട് പറയാം, നമ്മൾ ആശ്രയിക്കുന്നത് അത് ദൈവമല്ല, അത് ദേവനുമല്ല, ചില പൈശാചിക മണ്ഡലങ്ങളാണ്. അതിനെ തകർക്കാൻ ഈ സമൂഹത്തെ, അതിനെ ഇല്ലാതാക്കുവാൻ ഈ സമൂഹത്ത് കഴിവുള്ള ഒരൊറ്റയൊരു ദൈവമുള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. സകലത്തിന്റെ മേലും അധികാരമുള്ളത് അത് യേശു ക്രിസ്തു മാത്രമാണ്. എന്നാൽ എന്റെ ബന്ധുക്കളും മിത്രങ്ങളും ചാർച്ചക്കാരും എന്റെ അമ്മയുടെയും അപ്പന്റെ എല്ലാം ആൾക്കാർ പറഞ്ഞു, നോക്ക് ഹൈന്ദവനായി നടന്ന് പല പറയാറുണ്ട്, അവനും ഒരു ജോത്സ്യനായി നടന്നവനാ, പക്ഷേ അവനും അത്തരത്തിൽ അനുഭവങ്ങൾ ചെയ്തവനാ. പക്ഷെ ഇപ്പോൾ ആ പേരും കൂടെ കൂട്ടിയാണ് പാസ്റ്ററെ എന്ന് ചില പ്രിയപ്പെട്ടവർ എന്നെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ഈ തെറ്റായ ജീവിതത്തിൽ കടന്നുപോയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുമസ്തനോട് ചോദിച്ചപ്പോൾ ഗുമസ്തൻ പറഞ്ഞു, ഈ വിഷയത്തിന് മിക്കവാറും കുറച്ചു നാളെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം 7 മാസം ഗർഭിണിയായ ഒരു പെണ്ണിനെ തുണിച്ചത്. പക്ഷെ പ്രശ്നങ്ങളുണ്ടായി, അടിയും പ്രശ്നങ്ങളും ഉണ്ടായി. കുറെ ഞങ്ങളുടെ യൗവനക്കാർ പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ഒരു 2-3 വാർഡിലുള്ളവരെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിരുന്നു. എങ്ങനെ എന്നെ കൊടുക്കാം, ഞങ്ങളെ കൊടുക്കാം. കേസ് കൊടുത്ത് സ്റ്റേഷനിൽ
ഒന്ന് രണ്ട് പ്രാവശ്യം അവർ കയറിയിറങ്ങിയിട്ട് ഞങ്ങളെ വിളിക്കുന്നില്ല. കാരണം കൂടെയുള്ളവർ ഒരു സ്റ്റേഷൻ വിലക്ക് മേടിക്കുവാൻ കപ്പാസിറ്റി ഉള്ളത്, അവിടുത്തെ ഉദ്യോഗസ്ഥരെ മൊത്തം വിലക്ക് മേടിക്കാൻ കപ്പാസിറ്റി ഉള്ളത്. എന്നാൽ 2-3 വാർഡിൽ ചില പ്രിയപ്പെട്ടവർ ദേശക്കാരെല്ലാം ഉള്ളി നിയമപരമായിട്ട് അവർ ഈ കേസ് കോടതിയിലേക്ക് ചാർജ് ചെയ്യും. അങ്ങനെയാണ് ഈ കേസിലേക്ക് അകപ്പെടുവാനിടയായത്. ഒന്നിനു പുറകെ എന്ന് പറയുന്നത് പോലെ അനേക വിഷയങ്ങളെ അനേക കേസുകൾക്ക് പ്രതിയായിട്ടുണ്ട് ഒരു ഭ്രാന്തനെ പോലെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. പക്ഷേ അന്ന് ഞാൻ ഓർക്കാറുണ്ട്, മരണമാണ് എന്റെ മുൻപിൽ, മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയിട്ടുണ്ട്. ആഴ്ചകളോളം മാസങ്ങളോളം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ് ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ അവസരം കിട്ടി. അവൻ ഈ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് കേസുകളിൽ നിന്നല്ല പിന്തിരിയുവാനിടയായി. കാരണം ഒരു നല്ല അറിയപ്പെട്ട ഒരു സമൂഹത്തിലെ അറിയപ്പെട്ട ഒരു സമുദായത്തിലെ ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ അനുഭവത്തിൽ ചെയ്തത്. ഏകദേശം ഒരു വില്ലേജ് മൊത്തവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എങ്ങനെങ്കിലും ഇവരെ തകർക്കണം എന്നുള്ള ഒരൊറ്റ അനുഭവത്തിൽ ഒരൊറ്റ നീക്കത്തിൽ കടന്നു. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്, ദൈവം എന്നെ ഏൽപ്പിച്ച ഈ നല്ല ദൗത്യം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് ചില പദ്ധതികൾ ഒരുക്കിയതാണ്. പക്ഷേ അവിടെ പിശാച് തന്നെ തോറ്റുപോകുവാനിടയായി. മനുഷ്യരുടെ മുന്നിൽ തലകുനിച്ച് നടന്നത് ഞാൻ ഓർക്കുകയാണ്. ദേശത്ത് മാതാപിതാക്കൾ പറഞ്ഞു, നീ പ്രസാദ് എന്ന് പറയുന്നത് സഹകരിക്കരുത്, ഇത് സഹകരിച്ചാൽ ആ തലമുറകളെ മാതാപിതാക്കൾ വിലക്കും. കാരണം എന്റെ സ്വഭാവത്തിൽ നടന്നത് എന്റെ പേർക്കുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലായിരുന്നു. എന്നാൽ അതേ മാതാപിതാക്കൾ തന്നെ അവൻ അവരുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇടയ്ക്ക് പോയി പ്രാർത്ഥിക്കാം. പാപിയായ ഒരു മനുഷ്യനെ ഈ പാപത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ, ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ എന്റെ ക്രിസ്തുവിന് കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. പേരിന്റെ ബ്രാക്കറ്റിൽ പ്രസാദ് തെമ്മാടിയെന്നും പ്രസാദ് ഇത്തരത്തിലുള്ള ലേവലിൽ നിന്നാണ് എന്റെ പേരിന്റെ ഫ്രണ്ടിൽ കർത്താവിനെ ചേർത്ത് പറയാൻ എനിക്കൊരു അവസരമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് അറിയപ്പെടുന്ന ചില വ്യക്തികളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ചതുകൊണ്ട്. ദൈവത്തോ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന മാന്യ ശ്രോതാക്കളെ, അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഒട്ടനവധി വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ കഴിയാത്ത വിഷയങ്ങൾ. അത്തരത്തിലുള്ള അനുഭവത്തിലാണ് മുൻപോട്ട് നീങ്ങിയ കാലം. എന്നാൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ സകലത്തിനും പരിഹാരം കിട്ടുവാനിടയായി, സകല വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാനിടയായി. ആ ക്രിസ്തുവിനെയാണ് ഞാനിവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ക്രിസ്തുവിനെയാണ് നിരന്തരം ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇപ്പോൾ എന്റെ വീട്ടിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, വീട് വളരെ മോശമാണ്. പക്ഷേ എങ്കിലും പറയട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് അടൂരിന്റെ പട്ടണത്തിൽ തന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരു ദൈവത്തെ അറിയുന്ന ഒരു പ്രിയപ്പെട്ടവൻ എനിക്ക് ഒരു റൂം തരുവാനിടയായി. എപ്പോ വേണമെങ്കിലും അടൂരിന്റെ പട്ടണത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. അവിടെയാണ് ഞാനിപ്പോൾ ഇരുന്ന് നിങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, എന്റെ ദൈവത്തെ യഥാർത്ഥ ദൈവത്തെ കണ്ടതുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ കഴിഞ്ഞ ഈ ക്രിസ്തുവിനെ അനേകടങ്ങൾ ഉയർത്തുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ സംസാരിക്കുന്ന ഞാനാണെങ്കിലും
പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ സംസാര ആ ശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ എന്റെ സംസാരത്തിലൂടെ തന്നെ ദുരാത്മാക്കൾ അഴിഞ്ഞു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നീട് സാക്ഷ്യങ്ങളിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. പറയാൻ കാരണമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ആത്മാർത്ഥമായ ദൈവത്തെ അറിയാൻ കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവം ആർക്കും പറഞ്ഞാൽ തീരാത്തത് പോലുള്ള അനുഭവങ്ങളും സന്ദർഭങ്ങളുമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, യേശു ക്രിസ്തുവിനെ നല്ലതുവണ്ണം ആത്മാർത്ഥമായി അറിയാൻ കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു നല്ല അനുഭവമുണ്ട്, ഒരു നല്ല സന്ദർഭമുണ്ട്. ഇന്ന് പകൽക്കാലം അത് മറന്നു പോകരുത്. ഹൈന്ദവരുടെ ദൈവത്തെ ആരാധിച്ച് ഹൈന്ദവര ദൈവത്തിന് കൊടുക്കാൻ കൊടുത്തത് ഞങ്ങൾ മദ്യവും ഇറച്ചിയും എന്ന് വേണ്ട രക്തവും എന്ന് വേണ്ട നിരവധിയായിരിക്കുന്ന ലോകം വെറുക്കും തരത്തിലുള്ള അനുഭവങ്ങളാണ് കൊടുത്ത ദൈവത്തെ ഞങ്ങളുടെ ദേവനെ ഞങ്ങൾ സേവിച്ചത്. എന്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അനേക ബന്ധക്കോസുകാർ, അനേക നാനാമതസ്ഥരാണ് എന്നെ കാണാൻ വന്നത്. പക്ഷേ ഈ ദൈവത്തെ നീ അറിഞ്ഞതുകൊണ്ട് വീട് വിട്ടിറങ്ങി പോകണമെന്ന് പറഞ്ഞു. വീട്ടിൽ ഈ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവമക്കൾ നിരവധിയായ പ്രിയപ്പെട്ടവർ വീട്ടിൽ കയറുവാനിടയായി. എന്റെ മാതാവ് പറഞ്ഞ ഒറ്റ വെളിച്ചത്തിൽ വീട് വിട്ട് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നു. എന്റെ മൂത്ത കുഞ്ഞിനെയും എടുത്തുകൊണ്ട്, വിലങ്ങ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു രാത്രിയിൽ വീട് വിട്ടിറങ്ങുവാനിടയായിരുന്നു. അങ്ങനെ ഇറങ്ങി ചുറ്റിടത്തുള്ള വീട്ടിൽ പ്രിയ ദാസി ഞങ്ങളെ വിളിച്ചു പാർപ്പിച്ചു. അവിടെ നിന്നാണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി ചെറിയൊരു ഷെഡ് വെച്ച് ഞങ്ങൾ മാറുവാനിടയായിത്തീർന്നത്. ഇന്നും അതേ ഷെഡിൽ തന്നെയാണ് താമസിക്കുന്നത്. ആത്മാർത്ഥതയോടുകൂടി തന്നെ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തരത്തിൽ അനുഭവത്തിൽ നടന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ മാറ്റുവാൻ കഴിഞ്ഞ ഈ യേശു ക്രിസ്തുവിനെ എങ്ങനെ പ്രസംഗിക്കാതിരിക്കുവാൻ കഴിയും? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സാക്ഷ്യങ്ങൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. ലോകത്തിന്റെ മോഹങ്ങളിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നടന്നുകൊണ്ട് സ്റ്റേഷനുകളിലും കോടതികളിലും കയറിയിറങ്ങി പിന്നീട് മരണത്തിന്റെ വക്കിലേക്ക് കടന്നു വന്നപ്പോഴും ഹല്ലേലൂയ മരണത്തിൽ വിടാതെ മാറോട് ചേർത്ത് പിടിച്ച ഈ ക്രിസ്തുവിനെ അനേകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് വിളിച്ചു പറയാൻ കഴിയും. ഈ ഭൂലോകത്ത് ദൈവമുണ്ടെങ്കിൽ ഒരേ ഒരു ദൈവമുള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തു അതിലൂടെ സംസാരിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഇടപെടും, സ്വപ്നത്തിൽ ഇടപെടും. അത് വിവിധ തരങ്ങളിൽ നാം എത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവോ അത്രമാത്രം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന മാന്യ ശ്രോതാക്കളുടെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഒരവസരം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. നിന്റെ ഏത് രോഗമായിരിക്കട്ടെ, ക്യാൻസർ രോഗങ്ങളിൽ ഏർപ്പെട്ട പൈശാചിക ബന്ധനത്തെ എന്റെ മനസ്സിലൂടെ പൈശാചിക ബന്ധനത്തെ അരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നീ ഏത് രോഗങ്ങളിലാ ഭാരപ്പെട്ടിരിക്കുന്നത്, ഏത് പൈശാചിക ബന്ധനത്തിലാണ് നീ അകപ്പെട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എന്റെ യേശുവിന് അതിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഈ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നീ ഇപ്പോൾ അനുഭവിക്കുന്ന അസ്വസ്ഥതയിലേക്ക് നീ കരം വെച്ച് നീ ഒന്ന് കരം വെക്കുവാൻ കഴിയുമോ? എങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ കർത്താവേ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന അവർ അസ്വസ്ഥ അനുഭവിക്കുന്ന രോഗത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ മഹാ സാന്നിധ്യം ഒന്ന് വെളിപ്പെടണമേ. ആ രോഗമൊന്നില്ലാതാകുവാൻ, ആ രോഗബന്ധനമൊന്നില്ലാതാകുവാൻ, ആ പൈശാചിക ബന്ധനമൊന്നില്ലാതാകുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ രോഗബന്ധനം യേശുവിന്റെ നാമത്തിൽ അരിഞ്ഞു മാറട്ടെ. അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ മേൽ ആത്മാവിന്റെ കരമൊന്ന് ചലിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പകൽക്കാലം അങ്ങനെ ചെയ്യുന്നതായി അനേകായിരങ്ങളെ സൂക്ഷ്മങ്ങളിലൂടെ അവൻ കേൾക്കുമ്പോൾ, കാണുമ്പോൾ അവർക്കൊരു വിടുതലാകുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
ദൈവപ്രവൃത്തി ശക്തിയോട് ഇന്ന് പകൽക്കാലം ആമൻ കാണുന്ന കേൾക്കുന്ന ഒരു നോക്ക് ആമൻ കാണുവാൻ ശ്രദ്ധകളെ കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോഷ്യമിലൂടെ അനേക സഹോദരങ്ങൾ പാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം ഈ സോഷ്യൽ മീഡിയയിൽ സ്പീഡിൽ ഓടുന്നുവോ അതേപോലെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം കർത്താവേ ഓടുന്നതിനായി ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിടുതൽ നടക്കണം, അത്ഭുതം നടക്കണം. ഈ ലോകത്ത് നാനാവിധ ലോകത്ത് കർത്താവേ പടന്നു വന്നിരിച്ച് ദൈവമാകുവാൻ കർത്താവേ ചാനലതയെ വിടയാക്കണമെന്ന് ദൈവത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണം, പ്രാർത്ഥന കേൾക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 പറയട്ടെ. പാപത്തിൽ ഏർപ്പെട്ട് ജയില് കാണാൻ വേണ്ടി വിധി എഴുതിയ സമയം, എന്നാൽ അതിൽ നിന്ന് മാറ്റുവാൻ കഴിഞ്ഞത് യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജയിൽ വിഷയങ്ങളായിട്ട് കോടതി സംബന്ധമായ വിഷയങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ കുടുംബജീവിതം തകർന്ന് ഒരുപക്ഷെ സംശയം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് നിന്റെ ജീവിതം നീ അവസാനിപ്പിക്കരുത്. യേശു നിനക്ക് പരിഹാരം തരാൻ സന്നിധനാണ്. അതുകൊണ്ട് ഇതുവരെ നീ ആശ്രയിച്ചത് നിന്റെ മാതാപിതാക്കൾ ചൂണ്ടിത്തന്നത് ഒരുപക്ഷെ അതാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ തെറ്റിദ്ധാരണയിൽ മറ്റ് ദേവന്മാരെ ആശ്രയിച്ച് നടന്നതുകൊണ്ട് നിനക്ക് ഒരുപക്ഷെ വിടുതൽ പ്രാപിക്കുവാൻ, ഒരു നല്ല സൗഖ്യം വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ പറയുന്നു, ഈ ഭൂലോകം സൃഷ്ടിക്കപ്പെട്ടൊരു ദൈവമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ എന്ന് പകൽക്കാലം ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ എന്റെ സാക്ഷ്യത്തെ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിനുവേണ്ടി സന്മനസ്സു കാണിച്ച് എനിക്ക് വേണ്ടി ഇത്തരത്തിൽ അനുഭവങ്ങൾ ഒരുക്കിയ ബഹുമാനപ്പെട്ട പ്രിയ കർത്താവിന്റെ ദാസനോട് വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. കർത്താവ് നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് എത്രത്തോളം സമയങ്ങളിൽ അങ്ങേ വാഴ്ത്തുവാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഇഷ്ടം. എന്റെ മുന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ദാസനെയും കുടുംബത്തെയൊക്കെ ഞാൻ ഓർത്ത ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവത്തിന്റെ ആത്മാവ് ഒരുപോലെ സഹായിക്കണമേ. അത്ഭുതകരമേറിയ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ. അവരിപ്പോൾ കർത്താവെ പിന്തുടരുന്ന സുവിശേഷ വേല ഏത് തരത്തിലാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, എങ്കിലും സകലതും ദൈവം അറിയുന്നല്ലോ. അതിന്റെ വിശാലതയിലേക്ക് ദൈവം എത്തിക്കുവാൻ ദൈവം സഹായിക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കർത്താവിന്റെ എതിരുകളെ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ശാസിച്ച കർത്താവിന്റെ പ്രവൃത്തി അതിശക്തിയോടെ വെളിപ്പെടുത്തി ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസൻ പാർക്കുന്ന ദേശത്ത് കർത്താവെ മാനിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് ദൈവത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബമായ ദൈവം അനുഗ്രഹിക്കണം, അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി പ്രാർത്ഥനയാചനയും കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.